യുഎയിലെ ഇന്ത്യൻ പ്രവാസികൾക്കിടയിൽ പാസ്പോർട്ട് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ആശങ്കകളും പ്രയാസങ്ങളും നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. വർഷങ്ങളായി പുറം കരാർ അടിസ്ഥാനത്തിൽ ഈ സേവനം നൽകിയിരുന്ന BLS ഇന്റർനാഷണലിൽ നിന്നും പുതിയ സേവനദാതാക്കളായ അൽഹിന്ദ് കമ്പനിയിലേക്ക് വിസ, പാസ്പോർട്ട് സേവനങ്ങൾ കൈമാറുന്ന പ്രക്രിയയിലുണ്ടായ ചില താൽക്കാലിക നിയമപരമായ തടസ്സങ്ങളാണ് ഈ പ്രതിസന്ധിക്ക് കാരണമായത്. ഇതിനെ തുടർന്ന് പ്രവാസികളുടെ ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കുന്നതിനായി ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റും അബുദാബിയിലെ ഇന്ത്യൻ എംബസിയും ഒരു സുപ്രധാന തീരുമാനമെടുക്കുകയുണ്ടായി. നീണ്ട 17 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായാണ് ഇരു മിഷനുകളും അപ്പോയിന്റ്മെന്റുകൾ ഇല്ലാതെ നേരിട്ട് അപേക്ഷകർക്കായി വാതിലുകൾ തുറന്നിടുന്നത്. പാസ്പോർട്ട് കാലാവധി ഇതിനകം കഴിഞ്ഞവർക്കും അടുത്ത മാസങ്ങളിൽ കാലാവധി തീരുന്നവർക്കും പുതിയ വിസ അടിക്കാൻ ആവശ്യമായ 6 മാസത്തെ വാലിഡിറ്റി ഇല്ലാത്തവർക്കും ഈ അടിയന്തര സംവിധാനം വലിയൊരാശ്വാസമായി മാറും. ഈ അടിയന്തര സേവനം പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾ കോൺസുലേറ്റിലേക്കോ എംബസിയിലേക്കോ പോകുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ കൃത്യമായി മുൻകൂട്ടി ചെയ്യേണ്ടതുണ്ട്. അവിടെ നേരിട്ടെത്തി ഫോമുകൾ പൂരിപ്പിക്കാൻ സാധിക്കാത്തതിനാൽ ഏതെങ്കിലും അംഗീകൃത ടൈപ്പിംഗ് സെന്ററുകളിൽ നിന്നോ മുൻപ് പാസ്പോർട്ട് സേവനങ്ങൾ നൽകിയിരുന്ന ഇന്ത്യൻ അസോസിയേഷൻ പോലെയുള്ള കേന്ദ്രങ്ങളിൽ നിന്നോ അപേക്ഷാ ഫോം പൂർണ്ണമായി പൂരിപ്പിച്ച ശേഷമായിരിക്കണം യാത്ര തിരിക്കേണ്ടത്. പ്രവാസികൾക്ക് സഹായവുമായി ദുബായ് KMCC പോലെയുള്ള സന്നദ്ധ സംഘടനകൾ പ്രത്യേക ഫോം പൂരിപ്പിക്കൽ സേവനങ്ങൾ നൽകുന്നുണ്ട്. അപേക്ഷ സമർപ്പിക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ ഒറിജിനൽ പാസ്പോർട്ട്, നിലവിലുള്ള വിസ അല്ലെങ്കിൽ എമിറേറ്റ്സ് IDയുടെ പകർപ്പുകൾ, ആവശ്യമായ സൈസിലുള്ള കൃത്യമായ ഫോട്ടോകൾ എന്നിവ കയ്യിൽ കരുതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടാതെ അവിടെയുള്ള ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി സ്വന്തമായി ഒരു പേന കരുതുന്നത് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കും. ആഗോളതലത്തിൽ ഇന്ത്യൻ പാസ്പോർട്ട് നിരക്കുകളിൽ വലിയ വർധനവ് വന്നിട്ടുണ്ട് എന്ന കാര്യം പ്രവാസികൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. നിലവിലെ പ്രത്യേക സാഹചര്യത്തിൽ എംബസിയിലും കോൺസുലേറ്റിലും ക്യാഷ് പേയ്മെന്റുകൾ മാത്രമാണ് സ്വീകരിക്കുന്നത്. സാധാരണ രീതിയിലുള്ള പാസ്പോർട്ട് പുതുക്കലിനായി അപേക്ഷകർ 500 ദിർഹം കയ്യിൽ കരുതേണ്ടതുണ്ട്. തുക നൽകുമ്പോൾ 600 ദിർഹവും ബാക്കി 100 ദിർഹം ചില്ലറയുമായി സൂക്ഷിക്കുന്നത് കൗണ്ടറുകളിലെ തിരക്ക് ഒഴിവാക്കാനും നടപടികൾ വേഗത്തിലാക്കാനും നിങ്ങളെ സഹായിക്കും. മുൻകൂട്ടി അപ്പോയിന്റ്മെന്റുകൾ എടുക്കേണ്ടതില്ലാത്ത ഈ സംവിധാനത്തിൽ രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയാണ് അപേക്ഷകൾ സ്വീകരിക്കുന്ന സമയം. ആദ്യം വരുന്നവർക്ക് ആദ്യം എന്ന മുൻഗണനാ ക്രമത്തിലാണ് ഇവിടെ പ്രവേശനം അനുവദിക്കുന്നത്. കോൺസുലേറ്റിനകത്തെ തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ഒരു അപേക്ഷ സമർപ്പിക്കാൻ ഒരാൾക്ക് മാത്രമേ അകത്തേക്ക് പ്രവേശനം ഉണ്ടായിരിക്കുകയുള്ളൂ. നിങ്ങളുടെ താമസ സ്ഥലത്തിന്റെ പരിധി അനുസരിച്ച് വേണം അപേക്ഷാ കേന്ദ്രങ്ങൾ തിരഞ്ഞെടുക്കാൻ. ദുബായിലും നോർത്തേൺ എമിറേറ്റുകളിലും താമസിക്കുന്നവർ ദുബായ് കോൺസുലേറ്റിലും, അബുദാബി അലൈൻ മേഖലകളിലുള്ളവർ അബുദാബിയിലെ ഇന്ത്യൻ എംബസിയിലുമാണ് അപേക്ഷ നൽകേണ്ടത്. വളരെ നിർഭാഗ്യകരമായ സാഹചര്യങ്ങളിൽ പാസ്പോർട്ടുകൾ നഷ്ടപ്പെട്ടു പോയ പ്രവാസികൾക്കും ഈ അടിയന്തര സംവിധാനത്തിലൂടെ പുതിയ പാസ്പോർട്ടിനായി അപേക്ഷിക്കാവുന്നതാണ്. എന്നാൽ ഇങ്ങനെയുള്ളവർ സാധാരണ പുതുക്കലിനേക്കാൾ കൂടുതൽ രേഖകൾ ഹാജരാക്കേണ്ടതുണ്ട്. നഷ്ടപ്പെട്ട പഴയ പാസ്പോർട്ടിന്റെ പകർപ്പ്, ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നുള്ള പോലീസ് റിപ്പോർട്ട് എന്നിവ നിർബന്ധമാണ്. പോലീസ് റിപ്പോർട്ട് അറബി ഭാഷയിലാണ് ലഭിച്ചതെങ്കിൽ അത് അംഗീകൃത നിയമപരമായ ഇംഗ്ലീഷ് തർജ്ജിമ ചെയ്ത പകർപ്പ് കൂടി ഒപ്പം വെക്കണം. ഇതിനൊപ്പം വിസ കോപ്പിയും ഫോട്ടോയും കരുതേണ്ടതുണ്ട്. പാസ്പോർട്ട് നഷ്ടപ്പെട്ടവർക്ക് പുതിയത് എടുക്കുന്നതിനായി മുതിർന്നവർക്ക് 1080 ദിർഹവും കുട്ടികൾക്ക് 775 ദിർഹവുമാണ് ഫീസായി ഈടാക്കുന്നത്. ഈ തുകകളും കൃത്യമായി ക്യാഷായി കയ്യിൽ കരുതാൻ പ്രവാസികൾ ശ്രദ്ധിക്കണം. ഭരണപരമായ മാറ്റങ്ങളുടെ ഈ പരിവർത്തന കാലയളവിൽ പ്രവാസികൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാൻ ഇന്ത്യൻ അധികൃതരും കമ്മ്യൂണിറ്റി വോളണ്ടിയർമാരും വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പുകളാണ് നടത്തിയിരിക്കുന്നത്. എന്നിരുന്നാലും അനാവശ്യമായ തിരക്കുകൾ ഒഴിവാക്കാനും കൃത്യമായ രേഖകളുമായി മാത്രം കേന്ദ്രങ്ങളെ സമീപിക്കാനും പ്രവാസികൾ ശ്രദ്ധിക്കണം. വിസ കാലാവധി തീരാറായവർക്കും അടിയന്തരമായി യാത്ര ചെയ്യേണ്ടവർക്കും ലഭിച്ച ഈ സുവർണാവസരം കൃത്യമായ ആസൂത്രണത്തോടെ വിനിയോഗിക്കുകയാണ് വേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.